പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇവിടെ അടുത്തൊരു ഞങ്ങളൊരു വളപ്പുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് കൂർക്കയും പിന്നെ എന്തൊക്കെ ഇഞ്ചി മഞ്ഞൾ എന്തൊക്കെയോ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് കുറച്ച് കൂർക്ക പറിക്കാനും പിന്നെ അതേപോലെ നല്ല രസമാണ് അവിടേക്ക് പോണ വഴിയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മ കൈക്കോട്ടൊക്കെ എടുത്തിട്ട് വല്ലാത്ത കർഷകയെ പോലെ നടക്കുന്നുണ്ട് കേട്ടോ. പണ്ട് ഈ ഇടവഴി ഭയങ്കര എന്താ പറയാ കാടും എന്താ ഞാൻ നടക്കാൻ പറ്റാത്ത രൂപ ഉണ്ടാവില്ല, ഒരാൾക്ക് മാത്രം നടക്കാൻ പാകത്തിനുള്ള ഒരു വഴിയായിരുന്നു കേട്ടോ അത്. ഇപ്പൊക്കെ എന്താ പറയാ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി വഴിയൊക്കെ ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞാൽ നമ്മൾ പാടത്തേക്കാണ് കേട്ടോ. ഇവിടെ മഴക്കാലമായ നിറച്ച് വെള്ളം ഇങ്ങനെ കിട്ടും. എവിടെ എവിടെ കണ്ട മയിലിനെ കണ്ട? അധികം പേരില്ല, പറന്നു പോവെന്നറിയില്ല. ഇവിടെ മയിലിനെ കാണുന്നുണ്ടോ? കണ്ടില്ലേ മയില്? ഹായ്. നമ്മൾ സ്പീഡിൽ നടക്കുമ്പോൾ മയിൽ സ്പീഡിൽ നടക്കാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഒരു പാടത്തെത്തിട്ടോ. കണ്ടില്ലേ, നല്ല രസമാണ് സ്ഥലം കാണാൻ. ഞങ്ങൾ നല്ല വൈകിട്ട് ഇറങ്ങിയത്, അപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം എത്തും വേണം. കണ്ട നല്ല രസമില്ലേ ബാങ്കൊക്കെ കാണാൻ. കുറച്ച് മൈലാഞ്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ എന്താ പണ്ട് ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ പൊട്ടിച്ച് മൈലാഞ്ചിയൊക്കെ കയ്യിലിടാൻ വേണ്ടിയിട്ട് ഒക്കെ പൊട്ടിച്ച് അരച്ച് ഒക്കെ ഇട്ടുണ്ടായിരുന്നത്. മവടത്തി എന്ത് ചെടിയത് നല്ല രസമല്ലേ, നിറച്ച് കായാലേ. അപ്പം ഞങ്ങൾ ഏകദേശം എത്താറായിട്ടോ. പണ്ടൊക്കെ ഇവിടെയൊക്കെ എന്താ റോഡൊന്നും അല്ലായിരുന്നു, ഇങ്ങനെ എന്താ ചെറിയ ഇടവഴിയും പിന്നെ അതേപോലെ കല്ലൊക്കെ ഇട്ട അങ്ങനത്തെ ഒക്കെ റോഡായിരുന്നു. ഞങ്ങൾ കുറേ കാലമായിട്ട് അങ്ങോട്ട് വന്നിട്ട്. കണ്ടില്ലേ, ഭയങ്കര കാട് പിടിച്ച സ്ഥലമാണ്. എന്നാലും ഇപ്പോൾ കുറേയൊക്കെ കുറച്ച് വെട്ടം വെളിച്ചൊക്കെ വന്നിട്ടുണ്ട്. വേറെ കാര്യം കുറേ വീടൊക്കെ വന്ന് ഒക്കെ ശരിയായിട്ടുണ്ട്. അയ്യോ ഞാൻ കിടച്ചിട്ടില്ല, കുറേ നേരം ഇനി നടക്കണം അതിൻ്റെ. അപ്പോൾ ഞങ്ങളെ ഇതാണ് കേട്ടോ സംഭവം. ഇവിടെ വരണ്ടല്ലേ? അപ്പൊ ഇവിടെ കേട്ടോ നമ്മളെ കൂർക്കുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വളപ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ എപ്പോഴും പോകാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് കാട് പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചി മഞ്ഞളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം അത്രയും ആ കാടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ അതുള്ളത്. അപ്പോൾ അമ്മയുടെ പണി ആരംഭിച്ചു. എന്താ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കൂർക്കയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മറച്ചിടില്ലേ, ഇങ്ങനെ എന്താ കൊമ്പും കൊണ്ട് കുത്തിയിട്ട് മറച്ചിട്ട പോലെ ഉണ്ട്. അപ്പോൾ അതിൽ പന്നി കയറിയിട്ടുണ്ടെന്ന് അപ്പുറത്തെ വീട്ടുകാരൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ കൂർക്ക കുറവാണ്. സാധാരണ ഒരു തടൊക്കെ പറിച്ച് നമുക്ക് തോനെ കൂർക്ക കിട്ടുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ 3 തടം പറിച്ചതിന് ശേഷമാണ് നമുക്ക് ഒരു അരച്ചാക്കെങ്കിലും കൂർക്ക കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അമ്മ ഇവിടെ കൂർക്ക പറിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കൂർക്ക ഒന്നും അധികം ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം കുറേ കൂർക്ക പന്നിയൊക്കെ കുത്തി ആകെ അവരതൊക്കെ തിന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പം അമ്മ ആകെ ദേഷ്യം തോന്നണതല്ല, ഒന്നുമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അമ്മ നോക്കുന്നുണ്ട്.
നമുക്ക് മാക്സിമം എടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പ്. ആകെ പൊന്തിയും കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അമ്മ വടക്ക് ഇത് പറിക്കാൻ വേണ്ടിയിട്ട് വേറെ ആളേനൊക്കെ വിളിക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു. അമ്മ പറയാം അവിടെ നിന്ന് കൂർക്കൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പം അമ്മ പറയാം നന്നായേ ഉള്ളൂ ഇതിന് വിളിക്കാതിരുന്നതെന്ന് പറയാം. അപ്പം അങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ ഇങ്ങനെ കൂർക്ക പറിച്ചിട്ട് തരുമ്പോൾ ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പം ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മളിങ്ങനെ കൂർക്കയുടെ മീൻസ് കൂർക്കയുടെ തണ്ടിൻ്റെ മുകളിലാണ് ഈ കൂർക്കമണികൾ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ച് ഇങ്ങനെയൊക്കെ ചാക്കിലേക്ക് ആക്കുന്ന ആ ഒരു പണി ഞാൻ ഏറ്റെടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ ചെയ്യാൻ. നമ്മൾക്ക് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ട് നമ്മളത് ഇങ്ങനെ വിളവെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ അതേ ഹാപ്പിനെസ്സാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ കുറച്ചൊക്കെ വലിയ വലിയ കൂർക്കമണികളാണ്. പക്ഷെ പന്നി കുത്തിയോണ്ട് മാത്രം നമുക്ക് അത്ര അധികം കിട്ടിയിട്ടില്ല. എന്നാലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഒക്കെ പെറുക്കി 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 ചാക്കിലിട്ടു. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ പറിച്ചു കിട്ടോ. അപ്പോൾ ഞാനും ഹെൽപ്പ് ചെയ്യണം അമ്മേനെ. കണ്ടില്ലേ കടിയിലൊക്കെ മണ്ണായി. ഇനി നല്ല ഇങ്ങനെ സന്ധ്യയായി വരുന്നുണ്ട്. അപ്പോൾ എത്രയും പറിക്കാൻ പറ്റുമെന്ന് അറിയില്ല. മാക്സിമം മീൻസ് അധികം ഇരുട്ടാവണതിൻ്റെ മുന്നേ വീട്ടിൽ പോകും വേണം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പറിക്കുകയാണ്. അതാണ് എല്ലാതും കാണിക്കാൻ പറ്റാത്ത കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ ഇനി എന്താ പറയുക നിർത്താൻ പോവാണ് കേട്ടോ. കണ്ടില്ലേ ഇത്ര കിട്ടിയിട്ടുണ്ട് ഏകദേശം കൂർക്ക. അമ്മ ആകെ ക്ഷീണിച്ചു, ഞാനും പെറുക്കി ആകെ ക്ഷീണിച്ചു. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഏകദേശം 5:30 സമയം. ഞങ്ങൾ 2 ഏരി പറിച്ചിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഒരു ഏരി നിറച്ച് അങ്ങനെ പറിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ പറിച്ചു. പിന്നെ ബാക്കിൽ ഒരു ഏരി പറിച്ചു കേട്ടോ. അങ്ങനെ 3 ഏരി കേട്ടോ പറിച്ചത്. ഏകദേശം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇനി പാടൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു വൈകുന്നേരമായി, ഒരു 5:30 ഈ സമയം. ഇപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവുന്ന സമയമല്ലേ. അപ്പോൾ 5:30 ആയി. അപ്പോൾ ഇനി എങ്ങനെയാണ് വൈകുന്നേരം എന്നുള്ളത് കാണിച്ചു തരാം. കണ്ണിൻ്റെ കയ്യൊക്കെ കണ്ടില്ലേ, അധ്വാനിക്കുന്ന ജനവിഭാഗമാണ്. അപ്പോൾ നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ വൈകുന്നേരമായി. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് വെറുതെ ഞങ്ങൾ ഈവനിങ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ട മയിലിനെ പിന്നെയും കണ്ടു കേട്ടോ. ഇതാ കണ്ടില്ലേ മയിലുണ്ടോ? നേരത്തെ കണ്ടില്ലേ ആ മയിൽ തന്നെയാണ്. അത് ഇവിടുന്ന് പോയിട്ടില്ലേ. നമ്മൾ സെയിം സ്ഥലത്തെത്തിയപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ ആ മയിലിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അതവിടുന്ന് ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുക തോന്നുന്നു. അവിടുന്ന് പോണ ലക്ഷണമൊന്നും കാണാനില്ല. പിന്നെ നമ്മുടെ ആകാശമൊക്കെ ഇതാ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്തുള്ള ചെറിയ കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അവിടുത്തെ ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.